രണ്ടെണ്ണം ഇരുന്നോട്ടെന്ന് എന്ത് പാർട്ടിയാണ് ഇതൊക്കെ? ഇത് ഇവിടുന്നാണ് പഠിച്ചു ഇറങ്ങിയ തിമിങ്ങലം. നൂറ എനിക്ക് മൂന്ന് ഹൃദയമുള്ള നിങ്ങൾക്ക് രണ്ട് ഹൃദയത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ അവിടെ? പറയോ ചുമ്മാ എന്നെ കൊണ്ട് വെറുതെ അവിടുന്ന് കൈ കാണിക്കുന്ന നീരാളി. യെസ് കറക്റ്റ്. അതായത് ലോകത്താരും പറയില്ലെന്നൊരു കാര്യം ശാപം പറഞ്ഞു. ഒക്ടോപ്പസ് ആണ്. അതിന് മൂന്ന് ഹൃദയം. ഡോക്ടർ 3 ഹാർട്ടുണ്ട് കേട്ടോ. താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? എന്നാ ശരി, ഷാബുമാൻ തന്നെ പറഞ്ഞോളൂ. താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ അല്ലേ? അവിടെ ഇരിക്കൂ. മുംതാസ് അല്ല, മുംതാസിന് വേണ്ടി ഷാജഹാൻ. മോനെ ആദ്യം തീരുമാനിക്കേ, ഷാജഹാനാണോ മുംതാസാണോ? ഇരിക്കേ. ഇത്ര കൺഫ്യൂഷൻ എല്ലാത്തിനും ഈ ജിസേൽ കൈപൊക്കും. പറയൂ, എണീക്കൂ. ആരാണ്? വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ലേബേഴ്സ്. വിരല് കട്ട് ചെയ്തു. ഷാജഹാനാണ്, പക്ഷെ പണിഞ്ഞിരിക്കുന്ന ആരാണ്? നിർമ്മിച്ച പണിക്കാരാണ്, അതിന്റെ പണിക്കാരാണ്. അയ്യേ, ഷാബുമാന്റെ സംശയം കണ്ട. മുംതസിന് വേണ്ടിയിട്ടില്ല അയാൾ ഉണ്ടാക്കിയത്. മോനെ എന്താ മോനെ നീ 3 ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മിടുക്കനായിട്ട് നീ വെള്ളത്തിന്റെ അടിയിലുള്ളത് അറിയുള്ള. ഇതാ വലിയ ക്രിക്കറ്റ് കളിക്കാര് അറിയാമെങ്കിൽ പറയരുത്, ഞാൻ ചോദിക്കാം. 2025 IPL കിരീടം നേടിയത് ആരാണ്? മോനെ ക്രിക്കറ്റ് അറിയാവുന്നവർ നിൽക്കൂ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. പറഞ്ഞേ, എണീറ്റേ, കൈപൊക്കി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. എക്സലന്റ്. വിരാട് കോഹ്ലിയുടെ സ്വപ്നമായിരുന്നു. ആണല്ലേ? ഈ ആരും ആഗ്രഹിക്കാത്തൊരു ജയം. അക്ബർ പറയൂ. പരാജയം. ഓക്കെ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? എല്ലാരും കൈപൊക്കി. തൃശ്ശൂർക്കാരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പൊ രണ്ടുപേരും ഇരിക്കേ, രണ്ടുപേരും പറയണ്ട. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്ബറിന്റെ വലത്ത് വശിരിക്കുന്ന ആളോ ഇടത്ത് വശിരിക്കുന്ന ആളോ? പറയാം. നവീൻ പറയൂ. എനിക്ക് മോനെ, തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? എനിക്കറിയില്ല. എന്നാലും ഒരു ഉദ്ദേശം. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി കണ്ടോ? ആലോചിക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് അല്ലേ? സോണിയാഗാന്ധിയോ? സോണിയാഗാന്ധി തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയോ? അല്ല, ഇടക്കൊക്കെ വന്നു പോയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി. എനിക്കറിയില്ല ലാലേട്ടാ. എനിക്ക് ഇരിക്കെ. നൂറ, ആരാണ് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി? എഴുത്തച്ഛനാ? അതിലാ? അല്ല, ഇവര് തെറ്റിച്ച് പറഞ്ഞു. ആരാണ്? ലാലേട്ടാ, അത് ആരാന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. പറയാൻ പോവാണ്. ഇരിക്കൂ. ആർക്കെങ്കിലും അറിയാം? ശരി, തൃശ്ശൂർക്കാർ പറയൂ. ശക്തൻ തമ്പുരാൻ. യെസ്, കറക്റ്റാണ്. അനീഷിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ അധികം ചോദിക്കുന്നില്ല, ഞാൻ നോക്കട്ടെ. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ഒരു ജീവി ഏതാണ്? ഷാബുമോൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ അറിയാതെ. അപ്പൊ നിൽക്കേ, വേറൊരാൾ പൊക്കി തരാ. ജിസൈൽ എന്താണ്? അവിടെ ഇരിക്കേ. ചുമ്മാ കൈ നീളം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി. ആര്യൻ? ഞാനൊന്നും കൈ പൊക്കിയിട്ടില്ല. അല്ല, എന്നാലും എണീക്കേ. ഇതെന്താണ്? ഇത് വേറെ എന്തൊക്കെ അറിയാൻ ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾ അറിയാം. ബ്ലാക്ക് വിഡോ അറിയില്ല? ഇല്ല, അറിയില്ല. ഈ ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മാർവൽ ക്യാരക്ടറാണ്, ഒരു സിനിമയുടെ ഒരു ജീവിയുണ്ട്. ഓക്കെ, ജീവി ഉണ്ടല്ലോ. അറിയില്ല? ഇല്ല, അറിയില്ല. ഡോക്ടർ? സ്പൈഡറിന് ഒരു ടൈപ്പ് ഓഫ് സ്പൈഡർ ബ്ലാക്ക് വിഡോ സ്പൈഡർ പറയും. അതാണോ? അതാണ് കറക്റ്റ് ആൻസർ. ഒരു ബ്ലാക്ക് വിഡോ സ്പൈഡർ എന്ന് പറയും. എത്ര പ്രയാസം എന്താ പറയാൻ. ശരി, ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒരു ചെടി അതിനയിൽ പറയും. റോക്കറ്റ്. ശരി, അറിയില്ല. അറിയാവുന്ന ആരുണ്ട്? ആര്യൻ പറ. മോനെ ഒന്ന് എണീക്ക് മോനെ, പറ. ഈ റൗണ്ടിൽ കയ്യേ ബാക്കി വെച്ചിരിക്കുകയാണ് ലാലേട്ടാ. ആർക്കാ അറിയാവുന്ന കൈ പൊക്കിയേ? ജിഷിൻ പറയൂ. തുമ്പ. കറക്റ്റ്. ശരി, ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. ഡാഡി മമ്മി ആകുന്ന ഒരു സ്ഥലം. ജിഷേൽ മിണ്ടായിരുന്നാണ് അവിടെ. ഇനി കൈ പൊക്കരുത്. ഡാഡി മമ്മി ആകുന്ന ഒരു സ്ഥലം. ഷാനവാസ്? ഈജിപ്ത്. എല്ലാരും ഭയങ്കര ആർട്ടിസ്റ്റുകളൊക്കെ അല്ലേ? ഈ ഒരു ചോദ്യം പറയണം. അറിയാവുന്ന കൈ പൊക്കരുത്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം, ആർട്ട് ഫോം ഏതാണ്? നവീൻ? കഥകളിയാണ്. ഏതാ? കഥകളി. മോനെ ഇരിക്കേ. അല്ല. അനീഷ്? കൂടിയാട്ടം. ഓക്കെ.
ലാസ്റ്റ് ക്വസ്റ്റ്യന് രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാകുന്ന വിറ്റാമിൻ ഏതാണ്? ആ ഡോക്ടർ പറയൂ. വൈറ്റമിൻ ഏ? പ്ലാസ്മയാണ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കൈപൊക്കി എന്തിനാണ് പിന്നെ? അല്ല പ്ലാസ്മ പെട്ടെന്ന് ഞാൻ ആക്കിയത് വൈറ്റമിൻ എന്നുള്ളത് പ്രോസസ് ചെയ്തില്ല. ഡോക്ടറാണ്, ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാം പറയുന്നത് അല്ലേ? വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്, കറക്റ്റ് ആണ്. മറന്നുപോയി. ഞാൻ ലാസ്റ്റ് ചോദ്യമാണ് ഇനി. പറക്കാൻ പറ്റാത്ത ഒരു കിളി. ഷാബുമാൻ അവിടെ ഇരിക്കേ. അവന് ഈ പക്ഷി, പിന്നെ നീരാളി, ചെലന്തി, അതിനൊക്കെയാണ് അറിയാവുന്നത്. ഇക്കിളി. ഞാൻ ചോദിച്ചില്ലല്ലോ. അതായത് ചോദിക്കാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആൻസർ പറയുന്ന ആളാണ്. അപ്പൊ അനീഷാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അനീഷ് എണീറ്റ് കേൾക്കാം. താങ്ക് യു സർ. ഞാൻ ബിഗ് ബോസിനോട് പോലും ചോദിക്കുന്നില്ല. അനീഷ് നേരെ